ഫോട്ടോണ് ഒരു മോളിക്യൂളിൻ്റെ മേലെ വന്ന് പതിച്ചു കഴിഞ്ഞാൽ അതിന് സ്കാറ്ററിങ് സംഭവിക്കും. അപ്പോൾ രണ്ട് രീതിയിലുള്ള സ്കാറ്ററിങ് ആണ് പ്രധാനമായിട്ടുണ്ടാവുക. ഒന്നിനെ നമ്മൾ പറയും ഇലാസ്റ്റിക് സ്കാറ്ററിങ് എന്ന് പറയും, വേറൊന്ന് ഇൻ ഇലാസ്റ്റിക് സ്കാറ്ററിങ് എന്നുള്ള കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഇനി ഇലാസ്റ്റിക് സ്കാറ്ററിങ് എന്ന് പറയുമ്പോൾ ഇൻസിഡൻറ്റ് ചെയ്യുന്ന ഫോട്ടോണിൻ്റെയും അതേപോലെ തന്നെ സ്കാറ്റർ ചെയ്യുന്ന ഫോട്ടോണിൻ്റെയും എനർജി സെയിം ആയിരിക്കും. എനർജി എക്സ്ചേഞ്ച് കാര്യമായിട്ട് നടന്നിട്ടുണ്ടായിരിക്കില്ല. എനർജിയിൽ ഡിഫറൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. അതായത് വേവ് നമ്പറിൽ ഡിഫറൻസ് ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഫ്രീക്വൻസിയിലും ഡിഫറൻസ് ഇല്ല എന്ന് പറയാൻ പറ്റും. ഇനി ഇൻ ഇലാസ്റ്റിക് സ്കാറ്ററിങ് ആകുമ്പോൾ ഇൻസിഡൻറ്റ് ഫോട്ടോൻ്റെ എനർജിയും അതേപോലെ തന്നെ സ്കാറ്റർ ചെയ്യുന്ന ഫോട്ടോൻ്റെ എനർജിയും രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. ചില കേസിൽ ഇൻസിഡൻറ്റ് ഫോട്ടോണിനെക്കാട്ടി എനർജി കുറവായിരിക്കും സ്കാറ്റേർഡ് ഫോട്ടോണിന്, ചില കേസിൽ ഇൻസിഡൻറ്റ് ഫോട്ടോണിനെക്കാട്ടി എനർജി കൂടുതലായിരിക്കും സ്കാറ്റേർഡ് ഫോട്ടോണിന്. ഇതെങ്ങനെയാണെന്നുള്ളത് ഡയഗ്രാമാറ്റിക്കലി നമുക്കൊന്ന് റെപ്രസെൻ്റ് ചെയ്ത് നോക്കാം. ഈ ആക്സിസിലുള്ളത് എനർജിയാണ് കേട്ടോ, ഇവിടെ ഉള്ളത്. എനർജിയാണ് ഇവിടെ ഉള്ളത്. ഇനി ആദ്യത്തെ ഇലാസ്റ്റിക് സ്കാറ്ററിങ്ങിൻ്റെ കേസിൽ ഞാൻ പറയുകയാണ്, ഫോട്ടോണ് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ ഇത്ര എനർജി ഉണ്ടായിരുന്നു. എന്നിട്ട് അത് സ്കാറ്റർ ചെയ്ത സമയത്ത് അതിൻ്റെ എനർജി എന്താണ് ആവുന്നത്? ഒന്നും ആവണില്ല. സ്കാറ്റർ ചെയ്ത സമയത്ത് എനർജി എന്താണ്? സെയിം തന്നെ. അപ്പോൾ ഇത് ഏത് കാറ്റഗറിയിൽ പെടും? ഇവിടെ ഉള്ളത് ഇത് ഇലാസ്റ്റിക്കാണ്. വേറൊന്നാണ് ഇൻഇലാസ്റ്റിക്. ഇൻഇലാസ്റ്റിക്കിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ടാവും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇൻഇലാസ്റ്റിക്കിൻ്റെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് ചെയ്യുന്ന ഫോട്ടോണ് ഇത്ര എനർജി, ഇത്ര ക്വാണ്ടിറ്റി എനർജി. സ്കാറ്റർ ചെയ്ത ഫോട്ടോണോ അതിൻ്റെ എനർജി ഇത്രയേ ഉള്ളൂ. അപ്പോൾ എത്രയാണ് കുറവുള്ളത്? ഡെൽറ്റ ഇ എനർജി എന്തുണ്ട്? ഈ ഡെൽറ്റ ഇ എനർജി കുറവാണ് സ്കാറ്റർ ചെയ്ത ഫോട്ടോൻ്റെ കേസിൽ. ഇതൊരു ടൈപ്പ്. ഇനി വേറെ ഒരു ഇൻ ഇലാസ്റ്റിക് സ്കാറ്ററിങ് ആണ്. ഇൻസിഡൻറ്റ് ഫോട്ടോൻ്റെ എനർജി ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ സ്കാറ്റർ ചെയ്ത ഫോട്ടോൻ്റെ എനർജി ഇത്രയുണ്ട്. അപ്പോൾ എത്രയാണ് കൂടുതലുള്ളത്? ഇവിടെ എത്രയായിരുന്നു കുറവുണ്ടായിരുന്നത്? സെയിം ക്വാണ്ടിറ്റി ഇതിൻ്റെ കേസിൽ എന്താവുകയാണ്? കൂടുതലായിട്ട് വരും. ഇതാണ് ഈ രണ്ടിനത്തിന് നമുക്ക് വേണമെങ്കിൽ ഇൻ ഇലാസ്റ്റിക് സ്കാറ്ററിങ്ങിൽ ഉൾപ്പെടുത്താം. ഇനി ഇങ്ങനെ ഇതിൽ നിന്ന് കിട്ടുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈനിനെ നമ്മൾ റിലേ ലൈൻ എന്ന് പറയും. ഇതിനല്ല, ഈ വരച്ചിട്ടുള്ള ഈ കാര്യത്തിനല്ല, ഇതിൽ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പെക്ട്രൽ ലൈൻ കിട്ടുമ്പോൾ അതിനെ നമ്മൾ റിലേ ലൈൻ എന്ന് പറയും. ഇതിനെ റിലേ സ്കാറ്ററിങ് എന്നും പറയും. അതുപോലെ ഇവിടെ എനർജി സ്കാറ്റർ ചെയ്തിട്ടുള്ള ഫോട്ടോൻ്റെ എനർജി ഇൻസിഡൻറ്റ് ഇതിനെക്കാട്ടും കുറവാണ്. ഇതിനെ നമ്മൾ പറയും സ്റ്റോക്സ് ലൈൻ എന്ന് പറയും. ഏതിനെ? ഈ ലൈനിനല്ല, ഇങ്ങനത്തെ ഒരു ട്രാൻസിഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിറൈവ് ചെയ്ത് വരുന്ന സ്പെക്ട്രൽ ലൈൻ നമ്മളെന്ത് പറയും? സ്റ്റോക്സ് ലൈൻ എന്ന് പറയും. അപ്പോൾ സ്റ്റോക്സ് ലൈൻ ഉണ്ടാവാനുള്ള കാരണം ഈ രീതിയിലുള്ള ട്രാൻസിഷനാണ്. പിന്നെ ഇതിനെ നമ്മൾ ആൻറ്റി സ്റ്റോക്സ് ലൈൻ എന്ന് പറയും. അതായത് ഈ ട്രാൻസിഷനിൽ നിന്ന് ഉണ്ടാവുന്ന കിട്ടുന്ന ലൈനെ നമ്മളെന്ത് പറയും? ആൻറ്റി സ്റ്റോക്സ് ലൈൻ എന്ന് പറയും. ഞാൻ പറഞ്ഞു ഇതിനെ റിലേ സ്കാറ്ററിങ് എന്ന് പറയും. അതേപോലെ ഇതിനെ നമ്മൾ പറയും രാമൻ സ്കാറ്ററിങ് എന്ന് പറയും. സ്റ്റോക്സ് ലൈനും ആൻറ്റി സ്റ്റോക്സ് ലൈനും കിട്ടാൻ കാരണമാണ് ആ സ്കാറ്ററിങ്ങിനെ രാമൻ സ്കാറ്ററിങ് എന്ന് പറയും. അതോടൊപ്പം ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു ഡെൽറ്റ ഇ ആണെന്ന്. അതേസമയം ഇത് തന്നെ ഡെൽറ്റ ഇ തന്നെ. ഈ ഡെൽറ്റ ഇകളെ എനിക്ക് പറയാൻ പറ്റും, ഇവിടെ വരുന്ന ഈ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് രാമൻ ഷിഫ്റ്റ് ആണെന്ന് പറയും.
ഈ 2 ഡെൽറ്റ ഈസ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് കഴിഞ്ഞാൽ ഒരു മോളിക്യൂളിൻ്റെ കേസിൽ പ്രത്യേക ടെമ്പറേച്ചറിൽ രാമൻ ഷിഫ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫിംഗർ പ്രിൻ്റാണ്. അത് ഫിക്സഡ് ആയിരിക്കും ആ മോളിക്യൂളിൻ്റെ കേസിൽ. സ്റ്റോക്സ് ലൈന് റിലേ ലൈനിന് കൂടുതൽ ഹയർ എനർജിയിൽ വരും, അല്ലെങ്കിൽ ഹയർ വേവ് നമ്പറിൽ വരും. സ്റ്റോക്സ് ലൈന് ഒരു രാമൻ ഷിഫ്റ്റ് ഗ്യാപ്പ് ഇട്ടിട്ട്, അതേപോലെ തന്നെ ആൻറ്റി സ്റ്റോക്സ് ലൈൻ ആണെങ്കിൽ റിലേ ലൈൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ രാമൻ ഷിഫ്റ്റ് കുറവ് ഇത്ര ഡെൽറ്റ ഈ കുറവിൽ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ കിട്ടുന്ന ലൈനായിരിക്കും ഏത് സ്റ്റോക്സ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോക്സ് ലൈൻ്റെ എനർജി എന്ന് പറയുന്നത് റിലേ ലൈൻ്റെ എനർജിനെക്കാട്ടിയും പുറകിലായിരിക്കും അല്ലെങ്കിൽ കുറവായിരിക്കും എന്ന് പറയാം. റൊട്ടേഷണൽ രാമൻ സ്പെക്ട്രോസ്കോപ്പിയിൽ ഗ്രോസ് സെലക്ഷൻ റൂൾ എന്താണെന്നുള്ളത് നോക്കാം. ഗ്രോസ് സെലക്ഷൻ റൂൾ അക്കോർഡിംഗിൽ ടു ബിക്കം rotationally Raman active, a molecule must be anisotropically polarizable. അത് അനൈസോട്രോപ്പിക്കലി പോളറൈസബിൾ ആയിരിക്കണം ഒരു മോളിക്യൂൾ എന്നാണ് പറയുന്നത്. ഇനി ഒരു ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റിനെ നമുക്ക് കാണിക്കാൻ പറ്റും mu ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഇ എന്നുള്ള രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ആൽഫ എന്ന് പറയുന്നതാണ് പോളറൈസബിലിറ്റി. ഇത് അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡാണ്. ഇതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വേറൊരു കാര്യം നമ്മൾ പറഞ്ഞിരുന്നു, ആൽഫ ഡാഷ്, അതായത് പോളറൈസബിലിറ്റി വോളിയം. ആൽഫ ഡാഷ് കൂടെ ഞാൻ നിങ്ങളെ മൈൻഡിലേക്ക് കൊണ്ടുവരും. ആൽഫ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ ഡിവൈഡഡ് ബൈ 4πε0 ആയിരുന്നു. എന്നിട്ട് നമ്മൾ പറഞ്ഞ് ഈ ആൽഫ ഡാഷിൻ്റെ അത് ഡയമെൻഷൻ മോളിക്കുലാർ വോളിയത്തിൻ്റെ ഡയമെൻഷനായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന കാര്യമാണ് എന്നൊക്കെ പറഞ്ഞു. ഡയമെൻഷൻ രണ്ടിനും സെയിം തന്നെ. ഇത് മീറ്റർ ക്യൂബ് ആയിരിക്കും പോളറൈസബിലിറ്റി വോളിയത്തിൻ്റെ. അതേപോലെ മോളിക്കുലാർ വോളിയം ആണെങ്കിൽ നമ്മൾ ആ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് ഏകദേശം സെയിം ആണെന്നാണ് പറഞ്ഞത്, അതായത് പോളറൈസബിലിറ്റി വോളിയത്തിൻ്റെയും മോളിക്കുലാർ വോളിയത്തിൻ്റെ ഒക്കെ. ഓക്കെ, ഇനി എന്താണ് പോളറൈസബിലിറ്റി, എങ്ങനെ അതിനെ ഡിഫൈൻ ചെയ്യാം? ഇപ്പോൾ പോളറൈസബിലിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അതിന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദ എബിലിറ്റി ഓഫ് ആൻ ഇലക്ട്രിക് ഫീൽഡ് ടു ഇൻഡ്യൂസ് എ ഡൈപോൾ മൊമെൻറ്റ് ഇൻ എ മോളിക്യൂൾ. അപ്പോൾ ഒരിക്കലും പൊളാരിറ്റി അല്ല, ഒരു ഡൈപോള് ഇൻഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി, അതാണ് എന്ത് പറയുന്നത് പോളറൈസബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു ആറ്റത്തിൻ്റെ കേസിൽ നമ്മൾ പറയും അതിൻ്റെ പോളറൈസബിലിറ്റി എന്ന് പറയുന്നത് ഐസോട്രോപ്പിക്കാണ്. അതേപോലെ തന്നെ സ്ഫെറിക്കൽ റോട്ടറായിട്ടുള്ള ഒരു മോളിക്യൂളിൻ്റെ കേസിലും പോളറൈസബിലിറ്റി എന്ന് പറയുന്നത് ഐസോട്രോപ്പിക് ആയിരിക്കും. എക്സാമ്പിൾ CH4, SF6 ആ രീതിയിലുള്ള മോളിക്യൂളൊക്കെ. പക്ഷേ ലീനിയർ ഡാറ്റോമിക് മോളിക്യൂൾസ്, ട്രയാറ്റോമിക് മോളിക്യൂൾസ്, സ്ഫെറിക്കൽ റോട്ടർ ഒഴികെയുള്ള ബാക്കിയുള്ള മോളിക്യൂൾസ്, ഇതിൻ്റെയൊക്കെ കേസിൽ പോളറൈസബിലിറ്റി നമ്മൾ പറയും അനൈസോട്രോപ്പിക്കാണ്. അപ്പോൾ എന്താണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതായത് ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ പോളറൈസബിലിറ്റിക്ക് ഡിഫറെൻറ്റ് വാല്യൂ കിട്ടും. ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യണ ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ് പാരലലാണെങ്കിൽ കിട്ടുന്ന പോളറൈസബിലിറ്റിൻ്റെ വാല്യൂ, അതേപോലെ തന്നെ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഫീൽഡ് അപ്ലൈ ചെയ്തുള്ളത് പെർപെൻഡിക്കുലർ ആണെങ്കിൽ കിട്ടുന്ന പോളറൈസബിലിറ്റിൻ്റെ വാല്യൂ, ഇതിനെ രണ്ടിനും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൂടുതലായിരിക്കും ഹൈഡ്രജൻ്റെ കേസിൽ ഇതിനെക്കാട്ടി. അതുകൊണ്ട് തന്നെ നമ്മൾ പറയും പോളറൈസബിലിറ്റി ഇവിടെ അനൈസോട്രോപ്പിക് ആണ്, അല്ലെങ്കിൽ ഇത് H2 എന്ന് പറയുന്നത് അനൈസോട്രോപ്പിക്കലി പോളറൈസബിൾ ആണ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ പല ഹോമോന്യൂക്ലിയർ മോളിക്യൂൾസും റൊട്ടേഷനലി രാമൻ ആക്റ്റീവാണ്. പക്ഷേ സ്ഫെറിക്കൽ റോട്ടർ ആയിട്ടുള്ള മോളിക്യൂൾസ് റൊട്ടേഷനലി രാമൻ ഇനാക്റ്റീവാണ്. അപ്പോൾ എന്താണ് ഈ കാര്യത്തിൻ്റെ സിഗ്നിഫിക്കൻസ് എന്നുള്ളതാണ്. റൊട്ടേഷണൽ സ്പെക്ട്രം മൈക്രോവേവ് റേഡിയേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഡിറ്റർമിൻ ചെയ്ത സമയത്ത് അവിടെ ഹെട്രോന്യൂക്ലിയർ ഡാറ്റോമിക് മോളിക്യൂൾസ് അതിൽ തന്നെ പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ഉള്ളത്, അല്ലെ ഹെട്രോന്യൂക്ലിയർ മോളിക്യൂൾസിൽ തന്നെ നിർബന്ധമായിട്ടും പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് വരണം. ഇപ്പോൾ എക്സാമ്പിൾ CO2 എന്നൊക്കെ പറയുന്നത് മൈക്രോവേവിൽ ഇനാക്റ്റീവ് ആയിരുന്നു. കാരണം ഇത് ഹെട്രോന്യൂക്ലിയർ ആണെങ്കിലും ഇതിന് ഡൈപോൾ മൊമെൻ്റ് ഇല്ല, പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ഇല്ല.
അപ്പോൾ അതുള്ള ടൈപ്പ് മോളിക്യൂൾ മാത്രമേ മൈക്രോ സ്പെക്ട്രത്തിൽ ആക്റ്റീവ് ആയിട്ടുള്ളൂ. പക്ഷേ റൊട്ടേഷണൽ രാമൻ സ്പെക്ട്രത്തിൻ്റെ പ്രത്യേകത അവിടെ സ്ഫെറിക്കൽ ടോപ്പ് മോളിക്യൂൾ ഒഴികെയുള്ള മോളിക്യൂൾസൊക്കെ റൊട്ടേഷണലി രാമൻ ആക്റ്റീവ് ആവും. അപ്പോൾ ഈ ടൈപ്പ് മോളിക്യൂൾസിൻ്റെ ഹോമോന്യൂക്ലിയർ ഡാറ്റോമിക് മോളിക്യൂൾസിൻ്റെ സ്റ്റഡി നടത്താൻ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് റൊട്ടേഷണൽ രാമൻ സ്പെക്ട്രം എന്ന് പറയാൻ പറ്റും. ഇനി അപ്പോൾ ഈ കാര്യം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? സ്ഫെറിക്കൽ ടോപ്പ് മോളിക്യൂൾ റൊട്ടേഷണലി അത് എക്സൈറ്റ് ചെയ്യില്ല എന്നാണ്. അതല്ല, സ്ഫെറിക്കൽ ടോപ്പ് മോളിക്യൂളിന് അതിൻ്റെ എക്സൈറ്റേഷൻ ഈ റേഡിയേഷനായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യില്ല. കാരണം അത് എക്സൈറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ പോളറൈസബിലിറ്റിയിൽ ഉള്ള പോളറൈസബിലിറ്റി ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞാൽ സെയിം വാല്യൂ ആയിരിക്കും വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഏതാണോ നമ്മൾ യൂസ് ചെയ്യുന്ന റേഡിയേഷൻ, പലപ്പോഴും ലേസർ ആണ് യൂസ് ചെയ്യുക ഈ രാമൻ സ്പെക്ട്രത്തിൻ്റെ കേസിൽ. അപ്പോൾ അത് അതിൻ്റെ ഫോട്ടോണ് നമ്മുടെ മോളിക്യൂളിനായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യില്ല എന്ന് മാത്രമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അതിന് റൊട്ടേഷണലി അത് ഡിഫറെൻറ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകില്ല എന്നുള്ള കാര്യമല്ല. റൊട്ടേഷണൽ രാമൻ സെലക്ഷൻ റൂള് നമ്മൾ ഗ്രോസ് സെലക്ഷൻ റൂൾ പറഞ്ഞിരുന്നു. പക്ഷെ അതെങ്ങനെ ഒറിജിനേറ്റ് ചെയ്യും എന്നുള്ളത് നോക്കാം. ഒരു ഫോട്ടോണ് അതിൻ്റെ ഫ്രീക്വൻസി ഒമേഗ ഐ ആണെങ്കിൽ അത് ഒരു ഡൈപോളിനെ ഇൻഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും mu I ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഇ ഓഫ് ടി എന്ന് പറയാൻ പറ്റും. ഇനി ഇവിടെ ഈ ഇ ഓഫ് ടി ഇതിനെ നമുക്ക് എഴുതാൻ പറ്റും ആൽഫ ഇൻറ്റു ഇ ഓഫ് ടി എന്ന് പറയുന്നത് ഇ കോസ് ഒമേഗ ഐ ടി ആയിരിക്കും. ഇത് ഒമേഗ ഐ ആണ്. ഇതായിരിക്കും മ്യൂ ഐ എന്ന് പറയുന്നത്. ഇത് നമ്മൾക്കറിയാം ഈ മോളിക്യൂളും ഒരു പ്രത്യേക ആംഗുലാർ ഫ്രീക്വൻസിയിൽ റൊട്ടേറ്റ് ചെയ്യും ഇങ്ങനെ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ ആ ആംഗുലാർ ഫ്രീക്വൻസി ആണത് ഒമേഗ ആർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾക്ക് ഈ പോളറൈസബിലിറ്റി അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും ഈക്വൽ ടു ആൽഫ 0 പ്ലസ് ഡെൽറ്റ ആൽഫ ഇൻറ്റു കോസ് 2 ഒമേഗ എന്നത് ആർ ടി എന്നുള്ള രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഇത് പോളറൈസബിലിറ്റിൻ്റെ ടൈം ഡിപ്പെൻഡൻസ് ആണ്. ഇനി ഈ കാര്യം ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും മ്യൂ ഐ ഈക്വൽ ടു ആൽഫയ്ക്ക് പകരം വാല്യൂ കൊടുക്കുക. ആൽഫ എന്ന് പറയുന്നത് ആൽഫ 0 പ്ലസ് ഡെൽറ്റ ആൽഫ കോസ് 2 ഒമേഗ ആർ ടി ആണ്. ശേഷം ഏത് ടേം കൂടി വരും? ഇൻറ്റു ഇ കോസ് ഒമേഗ ഐ ടി ഈ കാര്യം വരും. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എഴുതാൻ പറ്റും ഈക്വൽ ടു ആൽഫ 0 ഇ കോസ് ഒമേഗ ഐ ടി പിന്നെ അടുത്ത ടേം പ്ലസ് ഡെൽറ്റ ആൽഫ ഇ കോസ് ഒമേഗ ഐ ടി ഇൻറ്റു കോസ് 2 ഒമേഗ ആർ ഇൻറ്റു ടി എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ ഇവിടെ എന്താണ് ഈ ഡെൽറ്റ ആൽഫ എന്നുള്ളതാണ്, ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. ഡെൽറ്റ ആൽഫ എന്ന് പറയുന്നത് ആൽഫ പാരലൽ മൈനസ് ആൽഫ പെർപെൻഡിക്കുലറാണ്. ആൽഫ പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് മോളിക്യൂളിൻ്റെ ആക്സിസിൻ്റെ പാരലായിട്ട് വെക്കുക. ആ സമയത്ത് ഉണ്ടാവുന്ന പോളറൈസബിലിറ്റി. ആൽഫ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യണം നമ്മൾ മോളിക്യൂളിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ടാണ്. അപ്പോൾ ഉണ്ടാവുന്ന പോളറൈസബിലിറ്റിയാണ് ആൽഫ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. അതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും ഡെൽറ്റ ആൽഫ. ഇനി ഇവിടെ ഒരു ചെറിയ റിലേഷൻ നമ്മൾ ഓർക്കുന്നത് കോസ് എ കോസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹാഫ് ഇൻറ്റു കോസ് എ പ്ലസ് ബി പ്ലസ് കോസ്
എ മൈനസ് ബി ആയിരിക്കും. ഇതൊരു ട്രിഗ്നോമെട്രിക് റിലേഷനാണ്. അപ്പോൾ ഈ കാര്യം ഇവിടെ ഇതിൽ അപ്ലൈ ചെയ്യുക. ഇത് കോസ് എ, ഇത് കോസ് ബി. നമ്മൾക്ക് കിട്ടും മ്യൂ ഐ ഈക്വൽ ടു ആൽഫ 0 ഇ കോസ് ഒമേഗ ഐ ടി ഇൻറ്റു പ്ലസ് ഹാഫ് ഇൻറ്റു ഡെൽറ്റ ആൽഫ ഇ. ഇനി ഇതാണ് കോസ് എ കോസ് ബി, അതായത് അത് വരും കോസ് ഒമേഗ ഐ പ്ലസ് 2 ഒമേഗ ആർ ടി പ്ലസ് കോസ് ഒമേഗ ഐ മൈനസ് 2 ഒമേഗ ആർ ടി. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഈ രീതിയിൽ വരും. ഇത് ബ്രാക്കറ്റാണ്. ഇനി ഈ ഇക്വേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് രണ്ട് ഭാഗമുണ്ട്. ഒന്ന് ഇത്. അപ്പോൾ ഇതിൽ വരുന്നത് ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ ഫ്രീക്വൻസി എന്ത് തന്നെയാണോ ആ ഫ്രീക്വൻസിയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇത് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് റിലേ ലൈനായിരിക്കും ഈ കാര്യം. ഇനി ഇവിടെ വരുന്ന ഈ സംഗതി, അതായത് ഒമേഗ ഐ പ്ലസ് മൈനസ് ഒമേഗ ഐ, ഒമേഗ എന്നത് ഡബ്ല്യു അല്ല, ഒമേഗ ഐ പ്ലസ് മൈനസ് 2 ഒമേഗ ആർ എന്ന് പറയുന്നത് ഇത് ഷിഫ്റ്റഡ് ലൈനായിരിക്കും. അതായത് ഇതായിരിക്കും രാമൻ ലൈൻസിന് കാരണമാവുന്നത്. ഇനി ഇവിടെ ഒരു കാര്യം നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ അറിയില്ല, അതായത് ഈ ഷിഫ്റ്റഡ് ലൈന് വരണമെങ്കിൽ ഈ ടേം നോൺ സീറോ ആയിരിക്കണം. ഈ ടേം നോൺ സീറോ ആവുക എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോൺ സീറോ ആവണം, അതേപോലെ തന്നെ ഇത് നോൺ സീറോ ആവണം. ഇനി അതുകൊണ്ടാണ് നമ്മൾ പറയണത് ഗ്രോസ് സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് ഇത് ഇവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യണത്. അതായത് ഡെൽറ്റ ആൽഫ ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 0. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആൽഫ പാരലൽ മൈനസ് ആൽഫ പെർപെൻഡിക്കുലർ അത് 0 ആവാൻ പാടില്ല. ഇത് 0 ആവാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് രണ്ടിനും ഡിഫറെൻറ്റ് വാല്യൂ വരിക എന്നാണ്. ഇങ്ങനെ രണ്ടെണ്ണത്തിന് ഡിഫറെൻറ്റ് വാല്യൂ, രണ്ട് ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വരിക എന്നുള്ളത് അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് അനൈസോട്രോപ്പിക്കലി പോളറൈസബിൾ ആവണം എന്നുള്ളതാണ്. അതാണ് റൊട്ടേഷണൽ രാമൻ സ്പെക്ട്രത്തിൽ ഗ്രോസ് സെലക്ഷൻ റൂൾ. അത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ അത് ഇവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. സ്പെസിഫിക് സെലക്ഷൻ റൂൾ എങ്ങനെ വരുന്നത് എന്നുള്ളത് നോക്കാം. അതിൽ മോളിക്യൂള് അപ്ലൈഡ് ഫീൽഡിനനുസരിച്ച് അതിൻ്റെ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അപ്ലൈഡ് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് പോളറൈസബിലിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും എന്നുള്ളത് നമ്മൾക്കറിയാം. അപ്പോൾ ആ കാര്യമാണ് ഒന്ന് ഞാനിവിടെ കാണിക്കുന്നത്. അതായത് മോളിക്യൂള് ഈ ഡയറക്ഷനിലുള്ളത് മോളിക്യൂളുടെ റൊട്ടേഷൻ കാണിക്കാൻ വേണ്ടി. ഇനി നമ്മൾ ഫീൽഡ് അപ്ലൈ ചെയ്തുള്ളത് ഈ ഡയറക്ഷനിലാണ്, അതായത് മോളിക്കുലാർ പ്ലെയിനിന് പാരലലായിട്ട്. അപ്പോൾ ഉള്ള ആൽഫനെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും ആൽഫ പാരലൽ എന്ന് പറയാം. ഇനി ഇവിടെ ഉള്ളത് ഇത് ഈ പോളറൈസബിലിറ്റി വോളിയത്തിലുള്ള ചേഞ്ചാണ് ഈ രീതിയിൽ കാണിക്കുന്നത്, അല്ലെങ്കിൽ മോളിക്കുലാർ വോളിയത്തിലുള്ള ചേഞ്ചിനാണ് ഈ രീതിയിൽ കാണിക്കുന്നത്. എപ്പോഴും ഓർക്കുക, മോളിക്കുലാർ വോളിയത്തിലുള്ള ചേഞ്ച് പോളറൈസബിലിറ്റി വോളിയത്തിൽ ഉള്ള ചേഞ്ചിന് കാരണമാകും. ഇത് പ്രത്യേക മൈൻഡിൽ ഉണ്ടാവണം. പിന്നെ ഇത് മാറിയിട്ട് ഇതിങ്ങനെ ആവും. എന്താണ് ഇത്? ഡാറ്റമിക് മോളിക്യൂളിനെ രണ്ട് ഡിഫറെൻ്റ് ആറ്റത്തിനെ കാണിച്ചിരിക്കുകയാണ്. സെയിം ആറ്റായാലും ഡിഫറെൻ്റ് ആറ്റായാലും ഇതിനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് കാണിച്ചിരിക്കുകയാണ് ഇവിടെ. ഇതിൽ വോളിയത്തിലുള്ള ചേഞ്ച് ഫീൽഡ് അപ്ലൈ ചെയ്യണത് എങ്ങനെയാണ്? ഇങ്ങനെ ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വോളിയത്തിലുള്ള ചേഞ്ചാണ് ഈ ഷെയ്ഡഡ് ആയിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾക്ക് ആൽഫ പെർപെൻഡിക്കുലർ എന്ന് പറയാം. പിന്നെ അതിന് ശേഷം വീണ്ടും ഇത് 2 റെവല്യൂഷന് ശേഷം ഇത് വീണ്ടും ഇങ്ങനെ വരികയാണ്, ഇതുപോലെ വരികയാണ് ഏകദേശം. അതായത് ഈ രീതിയിൽ ഇപ്പോൾ ഫീൽഡ് എങ്ങനെ ആയിരിക്കും അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക? പാരലലായിട്ടായിരിക്കും.
ഈ ഇങ്ങനെയാണ് ഇതിനെ നമുക്ക് പറയാൻ പറ്റും ഇത് ആൽഫ പാരലലാണ്. എന്നിട്ട് വീണ്ടും എടുത്തു ഇതുപോലെ, അതായത് എന്നിട്ട് ഇത് എടുക്കുക. അപ്പോൾ ഇവിടെ ഫീൽഡ് ഈ ഡയറക്ഷനിലാണ്, ഇത് ആൽഫ പെർപെൻഡിക്കുലറാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആംഗിള് പൈ ആണെങ്കിൽ π/2 ഇത് 0, ഇതൊക്കെ ആംഗിളിനാണ് റെപ്രസെൻ്റ് ചെയ്തത്. π/2, 0, 3/2. ഓക്കെ, ഇനി ഈ കാര്യം എന്താണെന്നുള്ളതാണ്. ഇത് ജസ്റ്റ് മോളിക്യൂളിനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുകയാണ്. അല്ലാതെ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ ഇതായിട്ടൊന്നും ഈ കാര്യത്തിന് യാതൊരുവിധ ബന്ധമില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഇതായിട്ട് ഇതിന് ബന്ധമില്ല. മുന്നേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇത് ജസ്റ്റ് മോളിക്യൂളിലെ റെപ്രസെൻറ്റേഷനാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻസിഡൻറ്റ് ഇലക്ട്രിക് ഫീൽഡ് അത് മോളിക്യൂളിൽ ജനറേറ്റ് ചെയ്യണ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റ്, അത് തിരിച്ച് അതേപോലെ ആയിട്ട് വരുന്നത് 180 ഡിഗ്രി റൊട്ടേഷന് ശേഷമാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 2 റെവല്യൂഷന് ശേഷമാണ്. അപ്പോൾ ഇതാണ് ശരിക്കും ക്ലാസിക്കൽ ഒറിജിൻ ഓഫ് സ്പെസിഫിക് സെലക്ഷൻ റൂൾ. സ്പെസിഫിക് സെലക്ഷൻ റൂള് വരുന്നത് ഇങ്ങനെയാണ്. ΔJ = ±2 ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 റെവല്യൂഷന് ശേഷമാണ് പലപ്പോഴും അതിൻ്റെ പോളറൈസബിലിറ്റി അല്ലെങ്കിൽ ഡെൽറ്റ ആൽഫ എന്നുള്ളത് 0 ആയിട്ട് വരുന്നത്. അപ്പോൾ അതിലൊരു അത് സെയിം സ്റ്റേറ്റിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വരുന്നത് 180 ഡിഗ്രി റൊട്ടേഷന് ശേഷമാണ്. അങ്ങനത്തെ ഒരു കാര്യമാണ് ഈ സംഗതിനെ ഒറിജിനേറ്റ് ചെയ്യണത് എന്നാണ് പറയുന്നത്.